തദ്ദേശ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ എനിക്ക് നിങ്ങളോട് ചിലത് ഓർമ്മിപ്പിക്കാനുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ 40 വർഷം, അതായത് 1947 മുതൽ 1980കളുടെ പകുതി വരെ കോൺഗ്രസ് തന്നെയായിരുന്നു ഏറിയ ഭാഗം അധികാരത്തിലുണ്ടായിരുന്നത്. ഇതിൽ 30 വർഷം പൂർണ്ണമായും കോൺഗ്രസിൻ്റേതായിരുന്നു ഭരണം. രാജ്യവും 16 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. 76 വർഷം പിന്നിടുന്ന ഈ വേളയിൽ 3 ഇടങ്ങളിലെ ചുരുങ്ങേണ്ട അവസ്ഥ കോൺഗ്രസിന് സംജാതമായി. 2019 UPA 542 സീറ്റുകളിൽ മത്സരിച്ചു. 421 എണ്ണം അവർ ഒറ്റയ്ക്കാണ്, കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ജയിക്കാൻ കഴിഞ്ഞത് വെറും 52 സീറ്റുകളിൽ മാത്രമാണ്. 2024 തിരഞ്ഞെടുപ്പിൽ 234 സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. അതിന് ഇന്ത്യ സഖ്യത്തിന്റെ കൂട്ടുകെട്ടുകൂടെ ഉണ്ടെന്ന കാര്യം വ്യക്തമാണ്. അപ്പോഴും കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത് 99 സീറ്റുകൾ മാത്രമാണ്. രാഷ്ട്രീയ മൂല്യങ്ങൾ മുറുകെ പിടിക്കേണ്ട നേതാക്കൾ സ്വകാര്യ നേട്ടത്തിനും ടോർച്ചറിങ്ങിനും വിധേയമായി മറുകണ്ഠം ചാടുന്ന കാഴ്ചകൾ നാം സ്ഥിരമായി കോൺഗ്രസിൽ കാണുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് കോൺഗ്രസിൽ വിശ്വാസമില്ലാതായി തീർന്നത്. നാം കോൺഗ്രസിനെ വിശ്വസിച്ച് ഇന്ന് ചെന്ന് കൈപ്പത്തിയിൽ വോട്ട് ചെയ്യുമ്പോൾ ആ കൈപ്പത്തിയിൽ വോട്ട് വാങ്ങിയ ആൾ നാളെ പുലരുമ്പോൾ താമരയായി മാറുന്ന രംഗങ്ങളാണ് നാം സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കോൺഗ്രസ് BJPക്ക് സംഭാവന ചെയ്തത് 112 MP-മാരെയാണ്, 80 MLA-മാർ, 126 മുൻ MLA-മാർ, 12 മുൻ മുഖ്യമന്ത്രിമാർ. ഇതെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു. ഇന്നവർ BJPയിലാണ്. ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന വ്യക്തി നാളെ നേരം പുലരുമ്പോൾ BJP-ആയി മാറുന്ന അവസ്ഥ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന അവസ്ഥ. കോൺഗ്രസിൽ നിന്നിട്ട് നേട്ടമില്ലെന്ന് കണ്ടിട്ടാണ് അവർ മറുകണ്ഠം ചാടുന്നത്. സംഘടന കെട്ടുറപ്പില്ലാത്തത് കൊണ്ടല്ല ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ കേരളത്തിൽ തന്നെ എടുത്തു നോക്കൂ. സവർക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തുന്ന പ്രതിപക്ഷ നേതാവും. ഇപ്പോൾ ഓപ്ഷനുകളുണ്ട്, വേണമെങ്കിൽ മാറി ചിന്തിക്കാം എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായ K. സുധാകരനും. നേതാക്കൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അണികൾ പിന്നെ എങ്ങനെ ചിന്തിക്കണം? ഈ സ്ഥിതി നിലവിൽ നിൽക്കെ ജനങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യും? ഇന്ന് അവർ പാടുപെട്ട് വിജയിപ്പിച്ചു വിടുന്ന കോൺഗ്രസ് നേതാക്കൾ നാളെ കോൺഗ്രസ്സായി തന്നെ തുടരുമെന്ന് എന്താണ് ഒരു ഉറപ്പ്? അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? കോൺഗ്രസിനെ വേരോടെ പിഴുതുകളയാൻ ശ്രമിക്കുന്നത് സംഘപരിവാറാണ്. ആ സംഘപരിവാറിൻ്റെ തോളത്തല്ലേ കേരളത്തിൽ കോൺഗ്രസ്സുകാർ കൈയിട്ടിരിക്കുന്നത്? കേരളത്തിൻ്റെ മണ്ണിൽ സംഘപരിവാറിൻ്റെ വേരോട്ടത്തിന് കാരണം കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും സംഘപരിവാറുമായി കൂട്ടുകൂടുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്പനേരത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം പാർട്ടിയെ തന്നെയല്ലേ അവർ ഇല്ലായ്മ ചെയ്യുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോൾ നാടിനെയും ജനങ്ങളെയും വർഗീയതയിൽ നിന്ന് സംരക്ഷിക്കാനും നാടിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് കേരളത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ മണ്ണിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടത് ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാൻ നാം തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വന്തം ബുദ്ധി മറ്റുള്ളവർക്ക് അടിയറവ് വയ്ക്കാതെ സ്വന്തമായി ചിന്തിച്ച് നിങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.